കാണുന്നത് നിലമ്പൂരിലെ കാഴ്ചകളാണ്. അവിടെ LDF സ്ഥാനാർത്ഥി എൻ സ്വരാജ് നമസ്കാര ചടങ്ങുകൾ കഴിഞ്ഞെത്തുന്ന വോട്ടർമാർക്കെല്ലാം ആശംസകൾ പങ്കുവെക്കുകയാണ്. അവിടെയും പ്രചാരണ ചൂടൊക്കെ മാറ്റിവെച്ച് സ്ഥാനാർത്ഥികളെല്ലാം ഇന്നത്തെ ദിവസം പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു വൈബിലാണ് ഉള്ളത്. അപ്പോൾ പെരുന്നാൾ ആശംസകൾ പങ്കുവെച്ചും വോട്ടഭ്യർത്ഥിച്ചുമൊക്കെ വോട്ടർമാർക്കിടയിൽ ഇന്ന് വലിയ പ്രചാരണ ആവേശത്തിലൊന്നുമല്ലാതെ സ്ഥാനാർത്ഥികളെ കാണാം എന്നതാണ് പ്രത്യേകത. അപ്പോൾ വലിയ ആഘോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് മാത്രമല്ല, ഇന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും ഇത്തരത്തിൽ ഈദ്ഗാഹുകളും പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. VV അരുൺ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, LDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഈദ് ആശംസകളൊക്കെ എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ. ആര്യ, ഈ ഈദ്ഗാഹുകൾ സന്ദർശിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ്. പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നു. ആളുകൾക്ക്, വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസയും സന്ദേശവും ഒക്കെ നൽകുന്നു. ഇവിടുത്തെ CPM-ന്റെ ഇടതുമുന്നണി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ ഉണ്ട്. പരമാവധി ആളുകളെ നേരിൽ കാണുകയുണ്ട്. പരമാവധി ഈദ്ഗാഹുകൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് എം സ്വരാജ്. ഈ ഏറ്റവും അധികം ആളുകളെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണിത്. അതിന്റെ ഭാഗമായാണ് നേരിട്ട് കണ്ട് പെരുന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പെരുന്നാൾ ദിനമാണെങ്കിൽ പോലും പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രചരണ രീതി സ്ഥാനാർത്ഥികൾ പൊതുവിൽ സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് എം സ്വരാജും ആ രീതിയിൽ തന്നെയാണ്. എത്രയധികം ആളുകളെ നേരിട്ട് കാണാൻ കഴിയുമോ, എത്ര ഈദ്ഗാഹുകളിൽ പോകാൻ കഴിയുമോ അത്തരം ഒരു ശ്രമം തന്നെയാണ് സ്ഥാനാർത്ഥി നടത്തുന്നത്. ആളുകളോട് വോട്ട് ചോദിക്കുന്നു. പെരുന്നാൾ ആശംസയെല്ലാം ഒരുമിച്ച് നൽകാൻ കഴിയുന്ന അവസരമാണിത്. അത് ഈ പള്ളി ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരെ, വിശ്വാസികളെ എടുക്കുന്ന ആളുകളെയും ഒക്കെ നേരിൽ ചന്തക്കുന്ന് പ്രദേശത്താണ്. ചന്തക്കുന്ന് ആണ് ഇപ്പോൾ എം സ്വരാജിന്റെ ഈ പര്യടനം. ഹിദായത്തുൽ മൂമീൻ മദ്രസ, നിലമ്പൂരിലെ മദ്രസ, അതിനോട് ചേർന്നുള്ള ഈദ്ഗാഹിലാണ് അദ്ദേഹം ആദ്യം എത്തിയത്. മറ്റു പ്രദേശങ്ങളും സന്ദർശിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത്തരത്തിൽ ആളുകളെ കണ്ട് ഈ നിരവധി പ്രവർത്തകർ മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ സ്വരാജിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരുമൊക്കെ ഇവിടെ ഈ പ്രചരണ ആവേശത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങൾ വടക്കാഞ്ചേരി അവധിയാണ്ട് വന്നാണോ? അല്ല, ഇത് നിങ്ങളുടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു താരം കൂടി. തീർച്ചയായിട്ടും എങ്ങനെയുണ്ടാവും ഇത്തവണ? ജയിക്കുന്നത് ഉറപ്പുണ്ട്. വന്ന് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? രാവിലെ വന്നേ ഉള്ളൂ. രാവിലെ വന്നുള്ളൂ. വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും പെരുന്നാളും കൂടെയാണ്. അത് തന്നെയാണ്. അങ്ങനെ ഇവിടെ മറ്റു ജില്ലകളിൽ നിന്ന് പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്വരാജ് പരമാവധി ആളുകളെ നേരിൽ കണ്ട് തന്നെ വോട്ട് ചോദിക്കുന്നു. പെരുന്നാൾ സന്ദേശം അദ്ദേഹത്തിന്റെ നമ്മൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പെരുന്നാൾ ആഘോഷം കണ്ടതാണ്. ഇതിന്റെ ഒരു പെരുന്നാൾ സന്ദേശം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി ആളുകളെ നേരിൽ കാണാൻ ശ്രമമാണെന്ന്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് ഇവിടെ എല്ലാവരും കണ്ടുപോകാമെന്ന് കരുതിയിരുന്നു. ബാക്കി പ്രചരണത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഇന്ന് മറ്റേ പൊതുപര്യടന പരിപാടി അവധി കൊടുത്തു. അയ്യോ, സ്വന്തം ഭാഷ തിരക്ക് തന്നെയാണ്. പൊതുപ്രചരണ പരിപാടിക്ക് അവധി കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പുറത്തേക്ക് ബാക്കിയുള്ള പരമാവധി ആളുകൾ നേരിൽ കണ്ടിങ്ങനെ ഈദ്ഗാഹുകളിലുമൊക്കെ വന്ന് ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പെരുന്നാൾ സന്തോഷം പങ്കിടുകയാണ് എല്ലാവരുമായിട്ടും. അദ്ദേഹത്തിന് നിരവധി ബന്ധങ്ങളുള്ള, വ്യക്തിബന്ധങ്ങളുള്ള മേഖല കൂടിയാണ് നിലമ്പൂർ. എം സ്വരാജിന്റെ ജന്മദേശമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പഠനകാലം മുതലുള്ള വ്യക്തിബന്ധം കൂടിയുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ പല ആളുകളെയും നേരിൽ കണ്ട് ഒരിക്കൽ കൂടി ആ ബന്ധം പുതുക്കുന്നു, പരിചയം പുതുക്കുന്നു. ഒരു പെരുന്നാൾ സന്ദേശം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടന പരിപാടികൾക്ക് പെരുന്നാൾ പ്രമാണിച്ച് അവധി കൊടുത്തിരിക്കുകയാണ്. പെരുന്നാൾ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാം പ്രതീകമായി ആഘോഷിക്കുന്നതാണ്. എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളും മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കത്തോടെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പൈതൃകമാണ് ഇവിടെ ഉള്ളത്. എല്ലാ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ എല്ലാവരും ചേർന്ന് സാഹോദര്യത്തോടെ ആഘോഷിക്കുന്ന ഒരു നാടാണ്. ഇത്തരം ആഘോഷങ്ങളും സാഹോദര്യവും മനുഷ്യർക്കിടയിലെ ഐക്യവും സ്നേഹവായ്പും പാരസ്പര്യവും എല്ലാം ഊട്ടിയുറപ്പിക്കുന്നതായാണ് രൂപപ്പെടുന്നത്.
ഈ സന്ദർഭത്തിൽ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും എല്ലാ സ്മരണകൾ ഉണർത്തുന്ന ബലിപെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അതുതന്നെയാണ് അദ്ദേഹം വലിയ തിരക്കിലാണ്, അദ്ദേഹത്തിന്റെ സമയം അധികം അവഹരിക്കുന്നത് ശരിയല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പര്യടനം തുടരുകയാണ്. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്ന, ത്യാഗത്തിന്റെ സന്ദേശമാണ് അത്. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. അതിന്റെ ഒരു പാരമ്പര്യം കൂടി വ്യക്തമാക്കുകയായിരുന്നു എം സ്വരാജ്. ആര്യ, യെസ്, വി അരുണാണ് എം സ്വരാജിനൊപ്പം ചേർന്നത്. എന്തായാലും പൊതു പര്യടനത്തിനൊക്കെ ഇന്ന് അവധി നൽകിക്കൊണ്ട് പെരുന്നാൾ ദിനമായതിനാൽ തന്നെ ഈദ്ഗാഹുകളും പള്ളികളും വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ സന്ദർശിച്ച് വോട്ടർമാരെ എല്ലാം നേരിൽ കണ്ട് പെരുന്നാൾ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾക്കെല്ലാം. LDF സ്ഥാനാർത്ഥി ഈദ്ഗാഹിലെത്തിയതാണ് നമ്മൾ കണ്ടത്.